വെറുതെ ഒന്ന് സ്വിച്ച് ഇട്ട് നോക്കാം വർക്കാവോ ഇല്ലയോ. എന്തായാലും ഒരു സേഫ്റ്റി നല്ലതാണ്. എന്തോ സംഭവിക്കുമോ, ഷോർട്ടാവോ ഇല്ലയോ. അങ്ങനെ സാധനം തിരിച്ച് വർക്കായി തെളിഞ്ഞു വന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് സാധനം കിട്ടാനില്ലാത്ത പരിപാടി, ബഡ്ജറ്റ് കാരണമാണ് നമ്മളിത് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മളിതൊരു രജിസ്ട്രേഷൻ വീഡിയോ ആയിരുന്നു, ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ആയിപ്പോയ കാരണമാണ് നമുക്ക് ഇത്രയും മാത്രം എടുക്കേണ്ടി വന്നത്. കിട്ടിയതേ ഉള്ളൂ. പിന്നെ ഈ സാധനം അത്രയ്ക്ക് മോശം കണ്ടീഷനിലായിരുന്നു കിട്ടിയത്. മൊത്തം തുരുമ്പ് പിടിച്ച് എല്ലാം അഴുക്കായ രീതിയിലായിരുന്നു. എങ്ങനെ വർക്ക് ചെയ്യുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ അത്രയ്ക്ക് വലുതായിട്ട് എടുത്തുമില്ല. ഇതാണ് സാധനം, ബ്ലൂറേ ആണ്. പാരസോണിക്കിൻ്റെ ബ്ലൂറേ പ്ലെയറാണിത്. നമ്മളീ കാണുന്ന സോണിയും അതുപോലെ തന്നെ ഇതുമാണ് ഒരുമിച്ചെടുത്തത്. അത് നമ്മളതിൻ്റെ വീഡിയോ പ്രത്യേകം നമ്മൾ ചെയ്തായിരുന്നു. ഇതിന് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ വർക്കാകുമെന്നൊന്നും. ആകെ നാശമായി വെള്ളത്തിൽ കിടന്ന ഒരു തുരുമ്പ് പിടിച്ച ഇതായിരുന്നു ഇത്. എന്ത് പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ചുമ്മാ അതെടുത്തൊന്ന് സോൾവ് ചെയ്തെല്ലാം. ഫ്യൂസും പോയി, ഇതിൻ്റെ പിന്നെ ഒരു കപ്പാസിറ്ററും. ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത സംഭവം അപ്പോഴത്തേക്ക് ഓണായി കിട്ടി. വെറുതെ അല്ലെങ്കിൽ തിരിച്ച് കളയാനിരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കി മാറ്റാമെന്നോ വേറെ ഒരു DVD ബോർഡ് കയറ്റാമെന്ന് വിചാരിച്ചിരുന്നു. സംഭവം നല്ല ബ്ലൂറേ ആയതുകൊണ്ട് ഞാനത് കളയണ്ടെന്ന് വിചാരിച്ച് എന്നാലൊന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ആ ഫ്യൂസും പിന്നെ അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ ഞാൻ കാണിക്കാം. കപ്പാസിറ്റർ ബൾജായി പോയതാണ്. ഇതാണ് കപ്പാസിറ്റർ. പിന്നെ നമ്മൾ JVCയുടെ അതിനകത്തുനിന്ന് എടുത്ത് ഇതിനകത്ത് വെക്കുമായിരുന്നു. സെയിം വാല്യൂ കൂടിയതാണ്, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ആ ഫ്യൂസും മാറ്റിയായിരുന്നു. F1 ആ ഫ്യൂസ് മാറ്റി അതൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ, ചെറിയൊരു ഫ്യൂസ് പോലെ. അത്രയും വെച്ചപ്പോഴത്തേക്കും സംഭവം ഓണായി. രജിസ്ട്രേഷൻ വീഡിയോ ഒന്നും എന്ത് വേണമെങ്കിലും പറയാൻ പറ്റത്തില്ല. ഇത് ഫിറ്റിംഗ് വീഡിയോ മാത്രമായിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. റീ അസംബ്ലി നമ്മൾ ചെയ്യുകയാണ്, അതിലേക്ക് കിടക്കുകയാണ്. ബാക്ക് പാനൽ നമ്മൾ ഫ്രണ്ട് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. എല്ലാം തുരുമ്പ് പിടിച്ച് അത്രയ്ക്ക് മോശം കണ്ടീഷനായിരുന്നു, എല്ലാം വെള്ളം കയറി. അതിന് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ആയി പോയി. സാധനം ഒന്ന് സർവീസ് ചെയ്തെടുത്തേക്ക്. ഇതിൻ്റെ ബോഡിയുമായിട്ട് ടച്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇതാണ് മദർ ബോർഡ്, പവർ സപ്ലൈ ബോർഡ്. ഇവിടെയാണ് ആ ഫ്യൂസ് വരുന്നത്. നമ്മളത് തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നു, ഇതാണ് ആ ഫ്യൂസ്. പിന്നെ ഒരു കപ്പാസിറ്റർ ബൾജായിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. ഇതാണത്. ഇത് നമ്മൾ JVC ഊരി വെച്ചിട്ടുണ്ട്. സെയിം വാല്യൂ അല്ലെങ്കിൽ കൂടിയതാണ് വെച്ചത്, കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പവർ സപ്ലൈ ബോഡിയിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഒരു ലോക്ക് വരുന്നുണ്ട്, ആ ലോക്ക് നോക്കി തന്നെ വെക്കണം, അല്ലെങ്കിൽ ഈ ബോർഡ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ബെൻഡ് ആയതാണ്, അതുകൊണ്ട് ആ ലെവൽ കിട്ടത്തില്ല. ചില സ്ക്രൂ ഒക്കെ ഇടിച്ച സൈഡിലാണ്, അത് ഇടാൻ ഭയങ്കര പാടാണ്, കയ്യിൽ നിന്ന് വഴുതി പോകും. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏകദേശം പവർ സപ്ലൈ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ മദർ ബോർഡ് വെക്കാം.
ഇതാണ് എൻ്റെ മെയിൻ മദർ ബോർഡ് യൂണിറ്റ് വരുന്നത്. ബ്ലൂറേയുടെ ഇതാണ് മെയിൻ മദർ ബോർഡ്. അത് നമുക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാം. അറേഞ്ച് ചെയ്ത് ബാക്കി വെച്ച് ഇച്ചിരി വളഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ വെക്കാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ പവർ സപ്ലൈ ഊരി മാറ്റി മദർ ബോർഡ് തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കറക്റ്റ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഊരിയെടുത്ത പവർ സപ്ലൈ തിരിച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. ഏകദേശം ഇനി അതിന് ശേഷം നമുക്ക് USB പോർട്ട് USB ബോർഡും പിടിപ്പിക്കാം. ഇനി ഇതാണ് മെയിൻ ബ്ലൂറേയുടെ ഡ്രൈവ്. അത് നമുക്ക് അതിൻ്റെ സ്ട്രിപ്പ് ഓരോന്നായി നല്ല രീതിയിൽ വെക്കാം. ഒന്ന് മാറിപ്പോയാൽ തന്നെ ചളങ്ങി നാശമാകുന്ന ടൈപ്പാണ്, വാങ്ങാൻ കിട്ടത്തില്ല വേറെ. ഇനി പവർ ഓൺ ബട്ടൺ ഫ്രണ്ട് അത് നമുക്ക് പിടിപ്പിക്കാം. അത് പ്ലഗ് ആൻഡ് കണക്റ്റിംഗ് ആണ് വയറ്. ബ്ലൂറേയുടെ ഡ്രൈയുടെ ഓരോ സൈഡും അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക ലെവൽ. ഏകദേശം ഇനി പവർ ബോർഡിൻ്റെ സ്ക്രൂ കൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. കണക്ഷൻസ് എല്ലാം ക്ലിപ്പ് വെക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് പാനൽ. ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്യാം. മണ്ടയ്ക്ക് കവർ സ്ക്രൂ പിടിപ്പിക്കാം. എല്ലാ സ്ക്രൂവും പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ CD ഡ്രൈയുടെ മണ്ടയ്ക്ക് വരുന്ന ഒരു മെറ്റൽ പീസ് കൊണ്ട് അടിച്ചില്ലായിരുന്നു. ഇതിൻ്റെ കാര്യം വിട്ടുപോയി. ഇതൊരു ലോക്ക് ടൈപ്പ് ഭാഗത്താണ് വരുന്നത്. ഏത് സൈഡാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിലായിരിക്കും ഇത് വെക്കുന്നത്. അവിടെ ലോക്കായിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രൂ ഒന്നും പിടിപ്പിക്കേണ്ട, വെറുതെ വെച്ചാൽ മതി. നമ്മൾ അടയ്ക്കുന്നില്ല. ഇത് ഓണാക്കി തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി വർക്കാകുന്നുണ്ടോ. നമുക്ക് സ്റ്റാൻഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചാർജറിൻ്റെ പുറത്താണ് വെക്കുന്നത്. കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് എല്ലാം ഇട്ട് നോക്കാം. പവർ ഓണാക്കി നോക്കാം. ഓണാകുന്നില്ല. നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ധൃതിയിൽ നമ്മൾ പവർ എത്തിയിട്ടില്ല. ഈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കത്തില്ല. ഇത് കണക്ട് ചെയ്ത് പവർ സപ്ലൈ ആണ്. കണക്ട് പ്ലഗ് ചെയ്താൽ ഓണാകും. ഒത്തിരി ബലം കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റേ CD പ്ലെയറിൻ്റെ കൂട്ട് നമ്മൾ വിചാരിച്ചു അതിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നില്ലല്ലോ. അതാണ് അത് വിട്ടുപോയത്. ഓണായിട്ടുണ്ട്. ഡിസ്പ്ലേ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഓവറോൾ ഇതിൻ്റെ ലുക്ക് ഇതാണ്. ഹലോ എന്ന് പേര് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇതിനെ ഓപ്പൺ ചെയ്യുന്നത്. CD ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അകത്ത് ലോഡ് സൗണ്ട് കേൾക്കുന്നുണ്ട്. സിസ്റ്റം ഓണായി വരാൻ താമസം കൊടുക്കും. റീഡിംഗ് എന്നൊക്കെ കാണിക്കുന്നു. CD ഒന്നും ഇട്ടിട്ടില്ല. കുറേ നാൾ ഓണാക്കാത്തിരുന്നതിൻ്റെ എനിക്ക് ലോഡാകുന്നുണ്ട്. നോ ഡിസ്ക് ഓപ്പൺ. ഡ്രൈക്ക് ഒരു കുഴപ്പമില്ല. ഒരു CD എടുത്ത് നോക്കാം. റൈറ്റ് ചെയ്ത് ഒരു CD എടുത്ത് നോക്കാം. റീഡാകുമില്ലയോ. ഇനി ഒന്ന് ഇട്ട് നോക്കാം. ഡ്രൈവ് വർക്ക് ചെയ്യുമോ, ലെൻസ് ഓണാകുമില്ലയോ എന്നറിയില്ല. ഇതിൽ 2 ടൈപ്പ് ലെൻസാണ് വരുന്നത്. ഒന്ന് നീലയും പിന്നെ അതുപോലെ തന്നെ ചുവപ്പുള്ളത്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. CD എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സ്റ്റോപ്പ് റിമോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പ്ലേ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ റിമോട്ടില്ല. പ്ലേ ആയിട്ടുണ്ട്. സാധനം ഓടുന്നുണ്ട്. ട്രെയിൻ ലെൻസും എല്ലാം പക്ക വർക്കിംഗ് ആണ്. മോട്ടറെല്ലാം കറക്റ്റാണ്. ഇതിന് 2 ലെൻസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് നോർമൽ DVD CD പിന്നെ പ്രത്യേകം ബ്ലൂറേ ഡിസ്കിന് വേണ്ടി നീലയുമാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല അതേക്കുറിച്ച്. ഞാൻ നോക്കിയപ്പോൾ 2 ലെൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നാമാവിശേഷമാക്കിയ സാധനം നമ്മൾ ഒരു ജീവനെടുത്ത് എല്ലാം പിന്നെ
റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ വില കൂടിയ നല്ല സാധനങ്ങൾ വെറുതെ നശിപ്പിച്ച് കളയുന്നതിന് വരെ ഇതുപോലെ എടുത്ത് ഒന്ന് വെച്ചാൽ നല്ലതായിരിക്കും. നമുക്കെല്ലാം ബാഗ് തിരിച്ചതുപോലെ തന്നെ ബാക്ക് കവർ അടച്ച് വെക്കാം. ഫ്രണ്ട് കവർ എല്ലാം ടൈറ്റ് ചെയ്യാം. സാധനം വർക്കിംഗ് ആണ്. ഞാനിത് ഉപേക്ഷിച്ചതാണ്. ഞാനിത് ഇതിൽ വേറെ ബോർഡോ എല്ലാം മദർ ബോർഡ് വേറെ IBLൻ്റെ കിട്ടുവാണെങ്കിൽ അതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് എന്നാലും ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു ചെയ്തതാണ്. സംഭവം വർക്കിംഗ് ആണ്. ഇത് നെറ്റ് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. റിമോട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അത് വാങ്ങണം. റിമോട്ട് നമ്മുടെ ഇതിൻ്റെ ഇല്ല, പാരസോണിക്കിൻ്റെ. അതുപോലെ തന്നെ സോണിയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ ലോക്ക്. ഇതിൻ്റെ ഫ്രണ്ട് ഡ്രൈഡ് അവിടെ ഒരു കവറുണ്ട്, അതിട്ടില്ല. അടപ്പ് തള്ളി വരുന്നത്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഈ അടപ്പ് തന്നെ തള്ളി വരികയും തിരിച്ചതുപോലെ അടഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. ഇത് 3D ടൈപ്പ് ആണ്. 3D ബ്ലൂറേ. ഏകദേശം നെറ്റ് നോക്കിയപ്പോൾ ഇത് 2009 8 കണ്ട കാലഘട്ടത്തിലാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിന് റിമോട്ട് ഉണ്ടെങ്കിൽ ബാക്കി ഫങ്ഷൻസും സെറ്റിങ്ങും ഇതിൻ്റെ അഡീഷണൽ സെറ്റിങ്സും ഈക്വലൈസേഴ്സും സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏകദേശം നാശമായി വെള്ളത്തിൽ കിടന്ന് നമ്മൾ ഒന്ന് എടുത്ത്, പക്ഷേ ഇതിൽ കൂടുതൽ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ അതെടുക്കാൻ ഡിലീറ്റ് ആയി പോവുകയും ചെയ്തു. റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊരു അസംബിളിൽ നിന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, സർവീസെന്നോ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.